ഇതാണ് താരം. ഇങ്ങോട്ട് വന്നേ. ഇസാക്കുട്ടി ഇവിടെ വാ. ഇസാക്കുട്ടി ഞാനും കൂടെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും. ഇതിനിടയിൽ ഇസാക്കുട്ടിന് ടെക്സ്റ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ടെക്സ്റ്റിലെ ഹോംവർക്കൊക്കെ അവളല്ലേ ചെയ്യേണ്ടത്, അല്ല ഞാൻ ചെയ്ത് അവൾ പഠിക്കുമല്ലോ. അതുകൊണ്ട് അവൾ അല്ലാത്ത സാധനങ്ങളും മരാമത്ത് പണികളൊക്കെ ഇത് ഞാൻ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുന്നത് ഞാൻ. ഓൾ എബൌട്ട് മീ അല്ല, ഓൾ എബൌട്ട് ഇസാക്കുട്ടി. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ പ്രിൻ്റ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. കുറച്ച് നേരം എഴുതി കഴിഞ്ഞ് കഴിയുമ്പം ഇസാക്കുട്ടി ഒരു 5 റൗണ്ട് പോകും. കളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും വന്നു കഴിയുമ്പോഴാണ് അടുത്ത പേജ് ചെയ്യുള്ളൂ. ഇതാണ് ആക്ടിവിറ്റീൻ്റെ സ്ഥിതി. ലച്ചു അതെ, അടുത്ത ഐസ്ക്രീം പാത്രം എടുത്ത് വന്നിരിക്കുക. വിവരങ്ങൾ അന്വേഷിക്കാൻ ഇവിടെ എന്തോരായെന്ന്. അമ്മയ്ക്ക് വേണ്ട മോനെ. അമ്മയ്ക്ക് വേണ്ടാത്തോണ്ട് ഇതാണ്ട് ഒരു എംടി ക്ലാസ് ഇതാണ്ട് പിടിച്ചോ. പോയിക്കടാ അവിടുന്ന്. ഇത് വന്ന് ചെയ്യുന്നുണ്ടോ മാഡം? അത് തിന്നിട്ട് വേഗം വരണം, ഇവിടെ വേറെ ജോലിയുണ്ട്. അവിടെ ഇരുന്ന് കഴിക്കുന്നാല് ക്ഷമയില്ല. പിന്നെ ഞാനുണ്ടല്ലോ ചൂപ്പാക്കും. ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയേക്കുന്നു. ഞാനിന്ന് ഓഫീസ് വിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചയത് നിത്യം ഒരു കൂട്ടം കടലാസ് കഷ്ണങ്ങളും കത്രിക എന്തൊക്കെ സാധനങ്ങൾ, പെൻസില്, മറ്റത് മറിച്ച് പെയിന്റ് അടിക്കല് ഫുള്ള്. അല്ല ഇത് നീ എംകോം കഴിഞ്ഞതല്ലേ? നീ LKG ആണോ പഠിക്കുന്നത്? അല്ല LKG പഠിക്കാനുള്ള ഇസക്കുട്ടിയല്ലേ? പിന്നെ LKG ഒന്നും എനിക്ക് അറിയത്തില്ല. അവൾക്കുള്ളത് അവള് പഠിച്ചാ പോരെ, നീ എന്തിനാ എഴുതുന്നേ? ഇത് തീരണ്ടായിരുന്നേ. അല്ല ശരിക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ കാര്യമുള്ളേ? അത് പേരന്റ് ഇൻവോൾവ്ഡ് ആക്ടിവിറ്റി വിത്ത് ചിൽഡ്രൻ. പേരന്റ് ഇൻവോൾവ്ഡ് ആണ്, അല്ലാതെ പേരന്റ് ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നവര്. ഇത് നോക്ക്, ഇതിപ്പോ എങ്ങനെയാ കൊച്ചു ചെയ്യുന്നേ? ഇതിനകത്ത് 5 ഫ്രൂട്ട്സിന്റെ റെസിപ്പി എഴുതാനാ. കൊച്ചിനെ അറിയാവോ? 5 ഫ്രൂട്ട്സിന്റെ റെസിപ്പി LKG ഉള്ള പിള്ളേര്. ഇത് അവൾക്ക് അറിയാവോ? ഇവിടെ ഞാൻ തന്നെ ഇവിടെ എഴുതാൻ തരാം. നിനക്ക് അറിയത്തില്ലല്ലോ. ഇത് ശരിക്കും തുമ്പിനോട് കല്ലടിപ്പിക്കുന്നല്ലേ? ഇതൊന്നും അറിയേ ഇതിനകത്ത്. കറക്റ്റ്. ഇതും ഉണ്ടല്ലേ, ഇത് കൊച്ചു കളിക്കുന്നില്ലേ സ്കൂളിൽ നിന്ന്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതൊക്കെ. അല്ല ഇതൊക്കെ എങ്ങനെയാ അവർ ചെയ്യുന്നേ? ഇത് പേരന്റിന് ഇത് ആക്ടിവിറ്റി കൊടുത്തുകൊണ്ട് എന്താ കാര്യമുള്ള? പേരന്റ്സ് പഠിക്കുന്നുള്ളത്. ഇത് പേരന്റ്സിന് ഇൻവോൾവ് ചെയ്യാനുള്ളത്. ഇത് കുട്ടികൾ തന്നെ ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾ ചെയ്യുന്നത്. ഇല്ല അത് 2 സർക്കിൾ ചെയ്യേണ്ട അർത്ഥം. ഇനി എഴുതാ മാച്ച് ദ ആക്ടിവിറ്റി ടു ദ കറക്റ്റ് പ്ലേസ്. ഇത് മാച്ച് ചെയ്യേ ഇച്ചോട്ടി. ഇത് നോക്കി പഠിക്കുന്ന എവിടെയാ? മാച്ച് ചെയ്യണം കറക്റ്റ് പ്ലേസുമായിട്ട്. എവിടെ ഇരുന്നാ പഠിക്കുന്നത്? അതെ മാച്ച് കുട്ടി നല്ല കുട്ടി. അല്ല ഇപ്പൊ ചെറിയ ഒരു വീട്ടിൽ 2 3 പിള്ളേരുണ്ടെങ്കിൽ അമ്മയ്ക്കും അപ്പനും ഇത് തന്നെ പണി ഉണ്ടാവുള്ളല്ലോ. അപ്പനും പണിയില്ല, അപ്പനും ഓഫീസിൽ പോയിട്ടുണ്ടാവും. അമ്മയ്ക്ക് ഇത് തന്നെ ആയിരിക്കല്ലോ പണി വീട്ടില്. അപ്പൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ, അതെ നല്ല ഭാഗ്യ. ദിസ് ഈസ് ഓൾ യുവർ സമ്പാദ്യം. അടുത്ത വരയ്ക്ക്. അടുത്തത് ചെയ്യണം. അതെന്താ ചെയ്യണ്ടേ നോക്ക്. നമ്പർ 39 ചെയ്യാനില്ല. അയ്യോ ചെയ്യാനില്ലാത്തത് ചെയ്യണ്ട, അത്രയും സമയം കിട്ടും. 38 ചെയ്തു, 39 വേണ്ട. നല്ല നിത്യ ഇതല്ല, അവളെ കൊണ്ടല്ലേ ചെയ്യിപ്പിക്കണ്ടേ? ഇതോ അവൾക്ക് എഴുതാൻ അറിയാവോ? ഇറ്റ്സ് മീന്നൊക്കെ അറിയാവുന്നൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ അവളെ ചെയ്യും, ഇതൊക്കെ നമ്മൾ ചെയ്യും. നാട്ടില് തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ ഭിത്തിയിൽ എഴുതാൻ പോകുന്നുണ്ടോ? ഉണ്ടല്ലേ. ഇതിന്റെ വാലാട്ടോ. ഇത് കണ്ടോ? ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് ക്രിയേറ്റിവിറ്റി കൂടുന്നുണ്ട്, പക്ഷെ മക്കൾക്ക് കാര്യമൊന്നുമില്ലെന്നോ. ഇതാണ് എനിക്ക് ഇനി വയസ്സാം കാലത്ത് എന്റെ ക്രിയേറ്റിവിറ്റി ഉണരട്ടെ. ഇത് കണ്ടോ? ഇറ്റ്സ് മീ. എന്നിട്ട് ഇത് ബുക്ക് 6 പേജ് വേണം. അപ്പം ശരിയായിക്കോളൂ. ഇതാണോ പറയുന്നേ അപ്പൻ ആനപ്പുറത്തിരുന്നാലും മക്കൾക്ക് തടമുണ്ടാകുമെന്ന് പറഞ്ഞ്? നീ അതുകൊണ്ട് എന്താ, നീ ചെയ്യുന്നതുകൊണ്ട് എന്താ പിള്ളേർക്ക് കാര്യമുള്ളത്? എന്റെ ക്രിയേറ്റിവിറ്റി ഉണരും. ഇത് ഇസക്കുട്ടിക്ക് എന്താ കാര്യമുള്ളത്? ഇസക്കുട്ടിയുടെ ഇവിടെ ഉണരും. പിന്നെ എന്താണ്?
അതൊക്കെ പണ്ട് നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. നമുക്ക് ഒട്ടിക്കാനും ഇല്ല, പിന്നെ നമുക്ക് വളരെ വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോ വേണ്ട, നീ അങ്ങ് ഒട്ടിച്ചോ. ഡിഗ്രി അഥവാ വിഷമം ഉണ്ടെങ്കിൽ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത്. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടെടുത്തെങ്കിൽ നമ്മൾ എന്നെ പഠിത്തം നിർത്തിയത്. അതാ പിള്ളേരൊന്നും കേക്കണ്ട എന്നോ പഠിത്തം നിർത്തിയെന്നൊക്കെ പറയുന്നു. ശരിക്കും നമ്മുടെ ഈ സർക്കാർ സ്കൂളില്, നമ്മുടെ നാട്ടിലെ സ്കൂളിലൊന്നും ഇങ്ങനെ എത്രയോ ഉണ്ടാവുമല്ലോ അല്ലേ? നാട്ടിലെ സ്കൂളിൽ കാണുമല്ലായിരിക്കോ? അല്ല, നാട്ടിലെ സ്കൂളിൽ ഇപ്പൊ മിക്കത് ഇംഗ്ലീഷ് മീഡിയം ആക്കിയല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം വന്നേ പിന്നെയാണ് ഇങ്ങനത്തെ കുറെ പണികൾ തുടങ്ങിയേക്കുന്നത്. അല്ലാതെ നമ്മൾ പഠിച്ച സമയത്ത് സർക്കാർ സ്കൂളിലൊന്നും ഇങ്ങനത്തെ ഇതൊന്നും. നമ്മൾ പഠിച്ച സർക്കാർ സ്കൂളൊക്കെ ഇപ്പം ഇംഗ്ലീഷ് മീഡിയമാ. അപ്പൊ അവിടെയൊക്കെ ഇതുണ്ട്. അവിടെ ഇങ്ങനത്തെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടായിരിക്കും, എനിക്ക് അപ്പനും അമ്മയ്ക്കുള്ള പണികളുണ്ടോ? അറിയില്ലല്ലോ, നമ്മളിപ്പോ പഠിക്കുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ദുബായില് സ്കൂളിൽ പിള്ളേര് പഠിക്കുന്നത്. നാട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും വെച്ചാ. ഇങ്ങനെ ആയിരിക്കും അല്ലേ? CBSE സ്കൂളൊക്കെ സെയിം ആയിരിക്കും, അറിയില്ല. അപ്പൊ നാട്ടിൽ ഇവിടെ സ്കൂളിൽ പിള്ളേരെ ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം അപ്പനും അമ്മയും ഇതെല്ലാം പഠിച്ചോളുക, എന്നിട്ട് പഠിക്കുന്നല്ല, ഇതെല്ലാം ക്ഷമയോടെ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇവിടെ പിള്ളേരെ ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം അപ്പനും അമ്മയും ഇതെല്ലാം പഠിക്കണം, പിന്നെ ക്ഷമയോടെ ചെയ്യാൻ ഉള്ള ഇത് ക്ഷമ വേണം. ഇതുണ്ടെങ്കിൽ മാത്രം ഇതിൽ നിന്നാൽ മതി കേട്ടോ. കഴിഞ്ഞോ? ഗുഡ് ഗേൾ. എന്താ കളർ ചെയ്യേ? 201 അല്ല, 102. അറബി അല്ല, ഇവിടുന്ന് അങ്ങോട്ടല്ല, അവിടെ ഇങ്ങോട്ടാ വായിക്കേണ്ടത്. 201. ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഇതാണ് കളർ ഇവിടുന്ന് 102 എന്നാ വായിക്കണ്ടേ. 201 പിന്നെ ഉണ്ടല്ലോ അറബി കുഞ്ഞ്. ഇതിനെപ്പറ്റി എന്താ നിന്റെ അഭിപ്രായം? ഇതിനെ പറ്റിയാ? ഈ ആക്ടിവിറ്റിയോ? ആക്ടിവിറ്റീസിനെ പറ്റി. ഇതൊന്നും വേണ്ടായിരുന്നു, ആക്ടിവിറ്റി വേണ്ട, മടുത്തു. അല്ലെ പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഇതില്ലേ, ഈ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ടേബിൾ അങ്ങനത്തെ, കൊച്ചിനല്ല കേട്ടോ, വലിയ പിള്ളേർക്കാണെങ്കിൽ ടേബിളൊക്കെ കൊടുത്താൽ അവരത് പഠിക്കുമല്ലോ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ എളുപ്പമല്ലേ അന്നേരം, അഡീഷനൊക്കെ. അതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അവർക്ക് കുറേ ആപ്പുകളുണ്ട്, അതൊക്കെ അതിനകത്ത് ചെയ്യാനൊക്കെ ഉള്ളത്. അതൊക്കെ ഇവർ സ്പെല്ലിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി പഠിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കുറേ പ്രാവശ്യം സെയിം കാണുമല്ലേ, ഒരു 3 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്യാനുണ്ട് അതിനകത്ത് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അവർ സ്പെല്ലിംഗ് ഓട്ടോമാറ്റിക്കലി പഠിക്കും, റീഡിങ് സ്കില്ല് കൂടും, അങ്ങനത്തെയൊക്കെ നല്ലതാണ്. പക്ഷെ ഇത് ഇങ്ങനത്തെ കുറച്ച് ഹാർഡാണ്, ഇത് ചെയ്യാൻ പറ്റുന്നില്ല.